ഹലോ, കേൾക്കാമോ? കേൾക്കാം കേൾക്കുന്നുണ്ട് സാർ. സാർ. ഹലോ. തുടങ്ങിക്കോളൂ. ആ ആ ആ, തുടങ്ങിക്കോളൂ. ഷൈനി സാറേ, ഷൈനി മാഡം. ഹലോ. ഹലോ. കേൾക്കുന്നുണ്ട് സാർ. കേൾക്കാം കേൾക്കുന്നുണ്ട്. കേൾക്കാം സാർ. ഷൈനി മാഡം, ഷൈനി മാഡം, നമ്മൾ ഇന്ന് എന്താണ് വിഷയം? നിങ്ങളൊരു വിഷയം എന്താണ് ഇന്നത്തെ നമ്മുടെ മോഡിഫിക്കേഷന്റെ വിഷയം? ജീവിത ഞാൻ വിജയം എന്തിനാ എന്നായിരുന്നു സാർ. ഏത്? ലൈഫ് സക്സസ്. ജീവിത വിജയം. ജീവിത വിജയം. ഓക്കെ ഓക്കെ. അപ്പം ഞാനിതൊരു മോട്ടിവേഷൻ ക്ലാസ് ആയിട്ടല്ല എടുക്കുന്നത്. നമുക്ക് നിങ്ങൾ എല്ലാവരും ജീവിത വിജയത്തിന് വേണ്ടി പ്രയത്നിക്കുന്നവർ തന്നെയാണ്. കാരണം അതുകൊണ്ടാണ് ഈ അതിരാവിലെ എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് നമ്മൾ രാവിലെ എഴുച്ച് ഈ മെഡിറ്റേഷനും ഇതൊക്കെ ചെയ്യുന്നത് തന്നെ നമ്മൾ എല്ലാവരും ജീവിതത്തിൽ വിജയിച്ചു എന്നതിനുള്ളതിന് പ്രധാന കാരണമാണ്. കാരണം നമ്മളെ ബാക്കിയുള്ളവരെല്ലാം ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ഉണർന്നിരിക്കുകയാണ്. കാരണം രാവിലെ 4:30 5 മണിക്കൊക്കെ എഴുന്നേൽക്കുന്നതെന്ന് പറയുന്നത് തന്നെ നമ്മുടെ പ്രകൃതിയുടെ ഏറ്റവും വലിയൊരു, നമുക്കറിയാമായിരിക്കും, ഒരു ബ്രഹ്മ മുഹൂർത്തം എന്നാ പറയുന്നത് അതിന്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടി പ്രയത്നിക്കുന്നവരും ജീവിതത്തിൽ വിജയിച്ചവരുമായിരിക്കും ഈ ക്ലാസ്സിൽ ഇരിക്കുന്നത്. അപ്പൊ ഇതൊരു ക്ലാസ് ആയിട്ട് ഞാൻ പറയുന്നു, നിങ്ങൾ കേൾക്കുന്നു എന്നുള്ളതല്ല. നിങ്ങൾ പറയുന്ന ചർച്ചകൾ, അതിലൂടെ ഞാൻ അതിന് മറുപടി പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. എന്താണ് ജീവിത വിജയം കൊണ്ട് നമ്മൾ കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ സക്സസ് എന്താണ് നമ്മുടെ മൈൻഡിൽ വരുന്നത്? ആരെങ്കിലും ഒന്ന് പറയൂ, എന്താണ് ജീവിത വിജയം? പ്ലീസ്, ജീവിത വിജയം എന്താണെന്നൊന്ന് പറയൂ. നമ്മുടെ മൈൻഡിലുള്ള ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി, വെറുതെ. എന്താണ് ജീവിത വിജയം എന്ന് നിങ്ങളും കൂടി ഒന്ന് നമുക്ക് അറിയണ്ടേ? ഹലോ, കേൾക്കാമോ? കേൾക്കാമോ? കേൾക്കാം കേൾക്കാം. പറഞ്ഞോളൂ. എന്റെ പേരറിയാമല്ലോ, എന്റെ പേര് പ്രവീൺ കുമാർ ആണ്. ഞാൻ നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത്. പറഞ്ഞോളൂ സാർ, എന്താണ് ജീവിത വിജയം? നമ്മൾ എന്താണ് ജീവിത വിജയം കൊണ്ടെന്ന് നമ്മൾ അർത്ഥമാക്കുന്നത്? പറഞ്ഞോളൂ സാർ. ആ സാർ, നമ്മള് ആ ജീവിതത്തില് നമ്മളെ ഗോൾസ് എല്ലാം അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളെ ഗോൾസ്. സ്വപ്നങ്ങൾ, നമ്മൾ ലക്ഷ്യങ്ങൾ. ആഗ്രഹിച്ചതെല്ലാം നേടിയെടുക്കുക. ഗോൾസ് എന്ന് പറയുമ്പോൾ സമാധാനമായ, നമ്മുടെ ലക്ഷ്യങ്ങൾ. ഓക്കെ. അച്ചടക്കമുള്ള ഒരു ജീവിതം, ആ സന്തോഷപ്രദമായ ഒരു ജീവിതം, ആ അങ്ങനത്തെ. ആ ആ ജീവിതം അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജീവിത വിജയം. അതാണ് സാർ ഉദ്ദേശിക്കുന്നത്. വേറെ ആർക്കും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? നമ്മുടെ ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടി നമ്മൾ പ്രയത്നിക്കുന്നു, അല്ലേ സാറേ? അതെ. പറഞ്ഞോ സാറേ. ഹാപ്പി ഫാമിലി ലൈഫ്. ഹാപ്പി ഹാപ്പി ഫാമിലി ലൈഫ്. സൗണ്ട് ഫിനാൻസ്. നോൺ ഫിനാൻസ്. സൗണ്ട് ഫിനാൻസ്. ഓ ഓ ഓ. ഗുഡ് സ്ലീപ്പ്. ആ ആക്സെപ്റ്റഡ് ബൈ ദ സൊസൈറ്റി. ആ സക്സസിൽ എത്തിയെന്ന് വിചാരിച്ചു. ആ. സാറിന്റെ പേരെന്ത് പറയും സാറേ? ബഷീർ. ബഷീർ. ഓക്കെ. നേരത്തെ പറഞ്ഞ സാറിന്റെ പേരെന്താണ് സാറേ? എന്റെ പേര് മണി. മണി. എവിടെ സ്ഥലം? കോഴിക്കോടാണ് സാർ. കോഴിക്കോട്. ഓക്കെ. ഇപ്പം പറഞ്ഞ സാറിന്റെ പേര് നേരത്തെ ഹലോ, ഗുഡ് സ്ലീപ്പ് ഒക്കെ പറഞ്ഞില്ല. ആ സാറിന്റെ പേരെന്താണ്? ബഷീർ, കോഴിക്കോട്. ബഷീർ. കോഴിക്കോട് തന്നെ. ഓക്കെ ഓക്കെ. ഇനി എന്തെങ്കിലും മറ്റാർക്കെങ്കിലും ജീവിത വിജയത്തിനെ കുറിച്ച്, അവർ ജീവിതത്തിൽ ഒരു സ്വപ്നം കാണുമല്ലോ. ജീവിതത്തിൽ നമ്മൾക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് വിൻ ചെയ്യുന്നത്. ചിലർ യാത്രകൾ കൊണ്ട് ജീവിത വിജയം നേടുന്നവരുണ്ട്. ചിലര് ഒരുപാട് സമ്പാദിച്ച് ജീവിത വിജയം നേടുന്നവരുണ്ട്. ചിലർ പിന്നെ പഠിച്ച് ഒരു നല്ല പോസ്റ്റ്, അതായത് ഡിസിഗ്നേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ജീവിതത്തിൽ. ബട്ട് മികച്ച ഡിസിഗ്നേഷൻ ഉള്ള കളക്ടർ, അങ്ങനെയുള്ള സിവിൽ സർവീസ് മേഖലയിൽ പഠിച്ച് മികച്ച ഒരു ജോലി നേടി ജീവിത വിജയം നേടുന്നവരുണ്ട്. ഈ പറയുന്നവരെല്ലാം ജീവിതം വിജയം നേടി എന്ന് അവർ പറയുന്നതാണ്, അല്ലെങ്കിൽ അവർ ജീവിതത്തിൽ സക്സസ് ആയെന്ന് അവർ വിശ്വസിക്കുന്നവരാണ്.
അതാണ് ജീവിത വിജയം കൊണ്ട് ഓരോരുത്തരും ഇപ്പൊ സാറ് രണ്ട് സാറ് രണ്ട് അഭിപ്രായമാണ് പറഞ്ഞത്. ഇപ്പൊ നമുക്ക് ജീവിത വിജയത്തിന് ഓരോരുത്തർക്കും ഓരോരുടേതായ കൺസെപ്റ്റ് ഉണ്ട്. എന്നാൽ ജീവിത വിജയത്തിന് വേണ്ടി സാർ നമ്മളെ മണി സാർ പറഞ്ഞ പോലെ ജീവിത ലക്ഷ്യങ്ങളാണ്. ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ കഠിനമായ പ്രയത്നം ചെയ്യണ്ടേ? കഠിനമായ പ്രയത്നം ചെയ്താലല്ലേ നമുക്ക് ജീവിതത്തിൽ വിജയം ഉണ്ടാക്കാൻ പറ്റുള്ളൂ സാറേ. ഹലോ, എനിക്ക് പറയുമ്പോൾ നിങ്ങളും കൂടി മറുപടി പറയണം. ഇതൊരു ആ അതെ അതെ നമ്മളെ ജീവിത വിജയത്തിന് നമ്മൾ നേടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കഠിനമായ പ്രയത്നം ചെയ്യണം, വേണ്ടേ? ജീവിതത്തിൽ നമ്മൾ കഠിനമായ പ്രയത്നം ചെയ്യണം. കഠിനമായ പ്രയത്നം കൊണ്ട് മാത്രം നമുക്ക് ജീവിത വിജയം നേടാൻ കഴിയുമോ? ഒരാള് ഭയങ്കരമായ ഒരു ലക്ഷ്യത്തിലേക്ക് വേണ്ടി കഠിനമായ പ്രയത്നം ചെയ്യുന്നു, അതുകൊണ്ട് മാത്രം നമുക്ക് ജീവിത വിജയം നേടാൻ കഴിയുമോ? കഠിനമായ പ്രയത്നം ചെയ്യുന്ന ഒരാള് അയാൾ ഒരു സക്സസ് എടുത്തു, അയാളുടെ ലക്ഷ്യത്തിന് വേണ്ടി അയാൾ കഠിനമായ പ്രയത്നം ചെയ്യാണ്, ജീവിത വിജയം നേടാൻ കഴിയുമോ? ഇല്ല. ഇല്ല. എന്തുകൊണ്ട്? ചില സമയത്ത് ഭാഗ്യവും നമ്മുടെ അതൊരു പ്രധാന കാര്യമാണ്. ഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രധാന കാര്യമാണ്. ഇപ്പൊ ഈ ക്ലാസ് ഒരു 20 മിനിറ്റ് അല്ലേ ഉള്ളൂ. അപ്പം ഒരു കഥ പറഞ്ഞ് ക്ലാസ് അവസാനിച്ചാൽ മതിയോ? അതായത് ജീവിതത്തിന്റെ വിജയത്തിന്റെ ഭാഗ്യം നിർഭാഗ്യം, അത് മതിയോ? തീർച്ചയായിട്ടും മാക്സിമം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. നമുക്ക് 30 മിനിറ്റ് 25 മിനിറ്റ് വരെ മാക്സിമം എടുക്കാം സാർ, കുഴപ്പമില്ല. ഓക്കെ. അപ്പോഴേ ജീവിതം വിജയത്തിന് വേണ്ടി നമ്മൾ പ്രയത്നിച്ചാലും ഭാഗ്യം ജീവിതത്തിലൊരു പ്രധാന ഘടകം തന്നെയാണ്. ഭാഗ്യം നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകും. അപ്പൊ നമ്മൾ ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടി നമ്മൾ കഠിന പ്രയത്നം ചെയ്യുന്നു പറഞ്ഞല്ലോ. നമ്മൾ നേരത്തെ മെഡിറ്റേഷനിൽ ക്ലാസ് എടുത്തതുപോലെ നമ്മൾ എപ്പോഴും പോസിറ്റീവ് ചിന്തയുള്ള ആളായിരിക്കണം. നമ്മുടെ മനസ്സിലേക്ക് മറ്റുള്ളവരെ കുറിച്ചുള്ള അസൂയ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാൻ പാടില്ല. അതൊരു നെഗറ്റീവ് ചിന്തയാണ്. അങ്ങനെ ഒരു നെഗറ്റീവ് ചിന്ത നമ്മുടെ മനസ്സിലോട്ട് വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ തന്നെ നെഗറ്റീവിലോട്ട് പോകും. അതൊരു പ്രകൃതി നിയമമാണ്. പ്രകൃതിക്ക് ഭയങ്കര ശക്തിയാണ്, അതൊക്കെ അറിയാമല്ലോ. നമ്മൾ എല്ലാവരും ഈശ്വര വിശ്വാസിയല്ല, പക്ഷെ പ്രകൃതിക്ക് ഒരു ശക്തി ഉണ്ടെന്ന് എല്ലാവരും വിശ്വസിക്കുന്നുണ്ടോ? ഹലോ, എനിക്ക് ഈ ആൻസറുകളോട് കിട്ടണം, എങ്കിലേ ഞാൻ പറയുള്ളൂ. കാരണം പ്രകൃതിക്ക് ഒരു ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട് എല്ലാവരും. പ്രകൃതിക്ക് ഒരു ശക്തിയുണ്ട്. അതെ, നിങ്ങളെല്ലാവരും പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും. നമ്മുടെ മനസ്സിൽ ഒരുപാട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നേടാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് എല്ലാവരും മനസ്സിലുണ്ടാവുമല്ലോ. നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലേ? പറഞ്ഞും കേട്ടിട്ടില്ല, അല്ലെങ്കിൽ വായിച്ചിട്ടുണ്ടാവുമല്ലോ, ഇല്ലേ? മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. അതാണ് നേരെ മെഡിറ്റേഷൻ ക്ലാസ് എടുത്ത സാറ് നമ്മൾ ഇമാജിനേഷൻ ചെയ്യാൻ പറഞ്ഞത്. നമ്മളെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യം നമ്മുടെ മനസ്സിൽ ഇമാജിൻ ചെയ്ത് നമ്മൾ അതിലോട്ട് എത്തിച്ചേർന്നു എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ അതിൽ സന്തോഷം കണ്ടെത്തുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അവിടെ എത്തിച്ചേർന്നതായിട്ട് നമുക്ക് തോന്നുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സിൽ ഒരു പ്രത്യേക ശക്തിയുണ്ട്. ഉപബോധ മനസ്സിന്റെ ശക്തിയെ കുറിച്ചൊക്കെ വായിച്ചിട്ടുണ്ടോ? ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ സാറേ? ദി പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. വായിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ഹലോ ജോസഫ് മാർഫിന്റെ ബുക്ക്. അതെ, വായിച്ചിട്ടുണ്ടോ? ജോസഫ് മാർഫിന്റെ ഉപബോധ മനസ്സിന്റെ ശക്തി വായിച്ചിട്ടുണ്ടോ സാറേ? ഉണ്ടല്ലോ, ഇല്ലേ? വായിച്ചിട്ടില്ലേ? ഉണ്ട്. ആ പുസ്തകത്തിൽ ഈ നമ്മുടെ ഉപബോധ മനസ്സിന്റെ ശക്തിയെ കുറിച്ച് വളരെ വ്യക്തം. ആരെങ്കിലും വായിച്ചിട്ടില്ല എങ്കിൽ അങ്ങനെ അതിന്റെ മലയാള പതിപ്പുണ്ട്. ജോസഫ് മാർഫിയാണ് നേരത്തെ പറഞ്ഞ ദി പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ്. അതിന്റെ മലയാളം പതിപ്പാണ് ഉപബോധ മനസ്സിന്റെ ശക്തി. ആ പുസ്തകം ഒന്ന് വായിക്കുന്നത് നല്ലതായിരിക്കും. കാരണം നമുക്ക് നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ ചിന്തകളും നമ്മളൊരു ബോൾഡായിട്ടുള്ള മനുഷ്യനാവാൻ നമുക്ക് ഏറ്റവും ആവശ്യം വേണ്ടത് നമ്മുടെ മൈൻഡ് പവറാണ്. മാനസിക ശക്തിയിൽ നമ്മൾ വിജയിച്ചു കഴിഞ്ഞാൽ
നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന ഏത് വെല്ലുവിളികളെയും തരണം ചെയ്യാൻ നമുക്ക് തന്നെ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സന്തോഷമായിരുന്നാലും ദുഃഖമായിരുന്നാലും നമുക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടായിരുന്നാലും ശരി തന്നെ, ജീവിതത്തിൽ സക്സസ് ആവാൻ പറ്റിയില്ലെന്നുള്ള കാര്യങ്ങൾ, അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. മറ്റുള്ളവർ ആരും നമ്മുടെ ജീവിതത്തിൽ സ്വാധീനിച്ച് നമ്മുടെ ഹലോ കേൾക്കാമോ? ആ കേൾക്കാം. നമ്മുടെ മറ്റുള്ളവർ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഉള്ളതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രവൃത്തിയുടെ ഫലമാണ് നമ്മുടെ കണ്ടിന്യൂസ്. അതായത് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ജീവിതത്തിലുണ്ടായ, നമ്മുടെ പ്രവൃത്തിയിലുണ്ടായ ഫലമാണ് നമ്മൾ ഇന്ന് ഈ ജീവിതത്തിൽ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന കാലം. അപ്പം ആ രീതിയിൽ നമ്മൾ ഉണ്ടാവുമ്പോൾ നമ്മുടെ മൈൻഡ്, നമ്മുടെ ബോൾഡ്നെസ്, നമ്മുടെ മൈൻഡ് പവർ ഒരു പ്രത്യേക ശക്തിയാണ്. അതായത് എന്ത് വിഷയം വന്നിരുന്നാലും അതിനെ തരണം ചെയ്യാനുള്ള ഒരു മാനസികമായ കരുത്ത് നമ്മൾ നേടിയെടുക്കണം. ആ നേടിയെടുക്കുന്ന മെഡിറ്റേഷനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ്. അതായത് നമ്മുടെ മൈൻഡ് എപ്പോഴും വളരെ കൂൾഡായിരിക്കണം. നമ്മളെ ഒരാളും ദേഷ്യപ്പെടുത്താനായിട്ട് പാകപ്പെടുത്തരുത്. നമ്മളെ ഒരാൾ അടിക്കാൻ വന്നാൽ പോലും അയാൾ ആ രീതിയിൽ, നമ്മൾ ഇപ്പം രണ്ട് വ്യക്തികൾ പെട്ടെന്ന് വയലൻസ് ആയി ഒരു സംഘർഷത്തിലേക്ക് പോവുകയാണ് രണ്ടുപേരും. അപ്പം ഒരു സംഘർഷത്തിലേക്ക് പോകുന്ന സമയത്ത് എങ്ങനെയാണ് സംഘർഷം ഉണ്ടാകുന്നതൊക്കെ നമുക്ക് അറിയാം. എന്നിരുന്നാലും ഒരു സംഘർഷത്തിലേക്ക് പോവുകയാണ്. അപ്പം ഒരാള് മറ്റൊരാളെ അടിക്കുന്നത് വരെ അല്ലെങ്കിൽ പറയുന്നത് വരെ മൈൻഡ് കൂളായിട്ട് നിൽക്കും. ഒരാൾ അടിച്ചാൽ മാത്രമേ മറ്റൊരാൾ അടിക്കത്തുള്ളൂ. ആ രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആ സമയത്ത് പോലും നമ്മുടെ മൈൻഡ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയണം. അത് ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു വിഷയമാണ്, നമ്മളെ മൈൻഡ് പവർ. ഞാനിത് പറഞ്ഞത്, ആ പുസ്തകം നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ബോൾഡായിട്ടുള്ള ഒരു മൈൻഡ് കപ്പാസിറ്റി കിട്ടും. ആ പുസ്തകത്തിന്റെ പേര് നേരത്തെ പറഞ്ഞു, ദി പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ്. പുസ്തകം പറ്റുമെങ്കിലും ഒന്ന് വാങ്ങിച്ച് വായിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യം, നമ്മുടെ ജീവിത വിജയത്തിന് നമുക്ക് വേണ്ടത് കഠിനാധ്വാനം തന്നെയാണ്. പക്ഷെ കഠിനാധ്വാനത്തിന്റെ കൂട്ടത്ത് ഭാഗ്യം കൂടി ഉണ്ടായിരിക്കണം. അപ്പം ഭാഗ്യം ജീവിതത്തിലെ പ്രധാന ഘടകമാണ്. നമ്മുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടി നമ്മൾ സ്ഥിരമായി, നമ്മൾക്കിപ്പോൾ ഒരു ലക്ഷ്യമുണ്ട്, നമ്മൾ ആ ലക്ഷ്യം നേടുന്നതിന് വേണ്ടി നമ്മൾ എഴുതി വെക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. ഒരു ലക്ഷ്യം നേടാൻ വേണ്ടി നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ നടക്കണമെന്നില്ല. അത് വെറും ആഗ്രഹങ്ങൾ മാത്രമാണ്. ആഗ്രഹിക്കുന്നവരെല്ലാവരും മനസ്സിൽ ആഗ്രഹിക്കും. പക്ഷെ ലക്ഷ്യങ്ങൾ നേടുന്നുവെങ്കിൽ നമ്മൾ അഗാധമായി ആഗ്രഹിക്കുകയും നമ്മളത് നമ്മുടെ ഒരു ലൈഫിലെ ഒരു ബുക്കിൽ എഴുതി വെക്കുകയും വേണം. ഇന്ന ലക്ഷ്യം ഇത്ര കാലം കൊണ്ട് ഞാൻ നേടിയെടുക്കും. ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടി നമ്മളൊരു ടാർഗറ്റ് സമയം കൊടുക്കണം. ലക്ഷ്യം എന്നെങ്കിലും നേടുന്നുള്ളതല്ല, ഞാനൊരു ലക്ഷ്യത്തിലേക്ക് ഇന്ന ദിവസത്തിനകത്ത്, ഇന്ന മാസം, ഇന്ന ഒരു ഡേറ്റ്, ഫിക്സഡ് ഡേറ്റിനകത്ത് ഈ ലക്ഷ്യം ഞാൻ അച്ചീവ് ചെയ്യും. ഇല്ല, അച്ചീവ് ചെയ്തില്ലെങ്കിൽ വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ കഠിനമായ പ്രയത്നത്തിലൂടെ നമ്മൾ ആ ജീവിതത്തിന്റെ ആ ലക്ഷ്യം അച്ചീവ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ ജീവിതത്തിലെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ പോകുന്നതിന്റെ ഒരു ഉദാഹരണം മാത്രം പറഞ്ഞുകൊണ്ട്, ഒരൊറ്റ ഉദാഹരണം പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്ന് ക്ലാസ് അവസാനിപ്പിക്കാം. അപ്പൊ സാറേ, ഞാൻ പറഞ്ഞത് ഭാഗ്യവും ജീവിത ലക്ഷ്യവും, ഒരാൾക്ക് കിട്ടുന്ന ഭാഗ്യവും ഒരു ജീവിതത്തിലെ പ്രധാന ഘടകമാണെന്ന് നേരത്തെ ഷൈനി സാർ പറഞ്ഞു. നമുക്കൊരു പ്രധാനപ്പെട്ട വ്യക്തി, ജീവിതകഥ എല്ലാവരും വായിച്ചിട്ടുണ്ട്. ബിൽഗേറ്റ്സിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? ബിൽഗേറ്റ്സ് ആരാണ്, അറിയാമോ? ഹലോ, പറഞ്ഞോളൂ സാറേ. ബിൽഗേറ്റ്സ് മൈക്രോസോഫ്റ്റ് കണ്ടോ? അദ്ദേഹത്തിന്റെ ജീവിതകഥ വായിച്ചിട്ടുണ്ടോ? ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഇല്ല. വായിച്ചിട്ടുണ്ട്. ആരെങ്കിലും ഈ ക്ലാസ്സിലിരിക്കുന്ന ആരും വായിച്ചിട്ടില്ല ബിൽഗേറ്റ്സിന്റെ ജീവിതകഥ? ഷൈനി മാഡം വായിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ വായിച്ചിട്ടില്ല. പക്ഷെ ബഷീർ സാർ ഒരു നല്ല ബുക്ക് വായിക്കുന്നതാണ്. ബഷീർ സാറിന് ചിലപ്പോ
ഒരു എന്തെങ്കിലും ഇതായിട്ടുണ്ടോ നീട്ടോ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. ബഷീർ സാർ ഒരുവിധം ഈ പറഞ്ഞ നേരത്തെ ജോസഫ് ഫീഡ് ആണെങ്കിലും ഒരുവിധം എല്ലാ ബുക്കും കവർ ചെയ്യുന്ന സാറാണ്. ഇപ്പം എന്തെങ്കിലും മ്യൂട്ട് ആയിട്ടുണ്ടോ അപ്പം പറയാൻ പറ്റാത്ത അപ്പം ബിൽഗേറ്റ്സിന്റെ ജീവിതത്തിലെ ഭാഗ്യവും അയാൾ ജീവിതത്തിൽ സക്സസ് ചെയ്ത ഒരു വ്യക്തിയാണ്. അറിയാമല്ലോ, ബിൽഗേറ്റ്സ് മൈക്രോസോഫ്റ്റ് കണ്ടുപിടിച്ച വ്യക്തിയാണ്. അപ്പം ബിൽഗേറ്റ്സ് കേൾക്കാമല്ലോ ഓഡിയോ? കേൾക്കാം സാർ. ആ അപ്പം ബിൽഗേറ്റ്സ് പഠിക്കുന്നത് 1968 കാലഘട്ടങ്ങളിലെ ജീവിത കഥയാണ് പറയാൻ പോകുന്നത്. എല്ലാം പറയുന്നില്ല, ഒരു 10 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാം. അദ്ദേഹത്തിന്റെ അച്ഛൻ രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് അമേരിക്കൻ പട്ടാളത്തിലുണ്ടായിരുന്ന ഒരു നാവിക ഉദ്യോഗസ്ഥനായിരുന്നു. അതിനുശേഷം അദ്ദേഹം ഒരു സ്കൂൾ തുടങ്ങി. ഒരു ഹൈസ്കൂൾ തുടങ്ങി. ആ സ്കൂളിൽ ലെഗ് സൈഡ് എന്നാണ് ആ സ്കൂളിന്റെ പേര്. ലെഗ് സൈഡ് എന്നാണ് സ്കൂളിന്റെ പേര്. ആ സ്കൂളിൽ 1968 കാലഘട്ടങ്ങളിലാണ്. അന്ന് കമ്പ്യൂട്ടർ ഒന്നും ലോകത്ത് പ്രചരിച്ച ഒരു കാലഘട്ടത്തിലില്ല. അപ്പൊ ആ കാലഘട്ടത്തിൽ ആ സ്കൂളിലേക്ക് ഒരു 30 കമ്പ്യൂട്ടർ വാടകയ്ക്ക് എടുക്കണം. അന്ന് കമ്പ്യൂട്ടർ വെറുതെ അവിടെ ക്ലാസ് പഠിപ്പിക്കാനൊന്നുമല്ല, ഇവർക്ക് കാണാൻ വേണ്ടി. അടുത്ത് ഹൈസ്കൂളിൽ നിന്ന് ഇവർ മുകളിലോട്ട് പോകുമ്പോൾ ഇവർക്ക് കാണാൻ വേണ്ടിയാണ് ആ കമ്പ്യൂട്ടർ അവിടെ അച്ഛൻ മേടിച്ചു വയ്ക്കുന്നത്, ബിൽഗേറ്റ്സിന്റെ അച്ഛൻ. അപ്പം അത് ക്ലാസ് ആയിട്ടല്ലേ എടുക്കുന്നത്. അപ്പം ബിൽഗേറ്റ്സിന് അത് കൂടുതലായിട്ട് കണ്ടു, പരിചയപ്പെട്ടു, അത് കൂടുതലായിട്ട് പഠിക്കുകയാണ്. അദ്ദേഹവും ഈ മൈക്രോസോഫ്റ്റ് രൂപീകരിച്ചതിൽ ബിൽഗേറ്റ്സിന്റെ കൂട്ടത്തിൽ ഒരാൾ കൂടി ഉണ്ട്. അറിയാമോ ആർക്കെങ്കിലും? അറിയാമോ സാറേ ആർക്കെങ്കിലും? മൈക്രോസോഫ്റ്റ് രൂപീകരിച്ച 2 പേരായിട്ടാണ്. അറിയാമോ? മണി സാറിന് അറിയാമോ? പെട്ടെന്ന് കിട്ടുന്നില്ല സാർ, പേര് കിട്ടുന്നില്ല. മൈക്രോസോഫ്റ്റ് രൂപീകരിക്കുന്നത് ബിൽഗേറ്റ്സും അല്ലൻ പോളും എന്ന വ്യക്തിയും കൂടി ചേർന്നാണ്. അല്ലൻ പോൾ. ഇവർ രണ്ടുപേരും ഒരേ ക്ലാസ്സിൽ പഠിച്ചവരാണ്. 1968 കാലഘട്ടങ്ങളിലെ കഥയാണ് പറയുന്നത്. 1968 കാലഘട്ടങ്ങൾ. 1968 ലോകത്തിലെ യുഎന്നിന്റെ കണക്ക് പ്രകാരം ഏകദേശം 30 കോടി വിദ്യാർത്ഥികൾ പഠിക്കുകയാണ്. ലോകത്താകമാനം ഇതേ ഏജിലുള്ള 30 കോടി വിദ്യാർത്ഥികൾ ഈ രീതിയിൽ പഠിക്കുകയാണ്. ആ 30 കോടി വിദ്യാർത്ഥികളിൽ കമ്പ്യൂട്ടർ കാണുന്നത് തന്നെ 1 കോടിയിൽ ഒരാളാണ്. 1 കോടിയിൽ ഒരാളാണ് കമ്പ്യൂട്ടർ കാണുന്നത്. ആ 1 കോടിയിൽ ഒരാൾ മാറാൻ ആർക്ക് സാധിച്ചു? സാറേ? ബിൽഗേറ്റ്സിന് സാധിച്ചു. ബിൽഗേറ്റ്സിന് 1 കോടിയിൽ ഒരാളാകാൻ വേണ്ടി സാധിച്ചു. അപ്പം ബിൽഗേറ്റ്സും അലൻ പോളും അവരുടെ സ്കൂൾ സമയം കഴിഞ്ഞിട്ടും ഈ കമ്പ്യൂട്ടറിൽ വെറുതെ ഇരുന്നു പഠിക്കുന്നെന്ന് പറഞ്ഞാൽ അവർ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ വെറുതെ നോക്കിയിരുന്ന് പഠിക്കുന്നു. അങ്ങനെ പഠിച്ച് അപ്പടി തന്നെ അവർ സ്വപ്നം കാണുകയാണ് അവരുടെ ലക്ഷ്യത്തിന് വേണ്ടി. ഞങ്ങൾ വലുതാകുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ഒരു കമ്പ്യൂട്ടറിന്റെ സെന്റർ ഇടുമെന്നെല്ലാം അവർ സ്വപ്നം കാണുന്നു. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, ലോകത്തിൽ അന്ന് ഈ 30 കോടി ആൾക്കാരിൽ വെറും 30 പേർക്കാണ് ഈ ഭാഗ്യം കിട്ടുന്നത്. ഈ സ്കൂളിൽ 30 കമ്പ്യൂട്ടറേ ഉള്ളൂ. അന്ന് ആ സ്കൂളിൽ പഠിക്കുന്ന 30 കുട്ടികൾക്കാണ് ഈ ഭാഗ്യം കിട്ടിയത്. 30 കോടി ജനങ്ങൾ ലോകത്താകമാനം ഉള്ളിടത്താണ് ഈ വിദ്യാർത്ഥികൾ, 8ാം ക്ലാസ് പഠിക്കുന്നവര്. അവിടെ നിന്നും ആ ഭാഗ്യം ആർക്ക് കിട്ടി? ബിൽഗേറ്റ്സിന് കിട്ടി. ഭാഗ്യവും നിർഭാഗ്യവും തമ്മിലുള്ള വ്യത്യാസം പറയാനാണ് ഈ കഥ പറയുന്നത്. എന്നിട്ട് അവര് പഠിക്കുന്നു. അതിനുശേഷം പുള്ളി സോഫ്റ്റ്വെയർ ചെയ്യുന്നു. അലൻ പോളുമായിട്ട് ചേർന്നാണ് അദ്ദേഹം ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ നിർഭാഗ്യത്തിന്റെ കഥ പറയാം. അപ്പം ബിൽഗേറ്റ്സ് അന്ന് പഠിക്കുന്ന സമയത്ത് ബിൽഗേറ്റ്സിനെക്കാട്ടിയും നന്നായിട്ട് പഠിക്കുന്ന വേറൊരു കുട്ടി ആ ക്ലാസ്സിലുണ്ടായിരുന്നു. ആർക്കെങ്കിലും അറിയാമോ സാറേ ആ കുട്ടിയുടെ പേര്? കേട്ടിട്ടുണ്ടോ? ബിൽഗേറ്റ്സ് ഒരുപാട് തവണ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളതാണ്. കേട്ടിട്ടുണ്ടോ സാറേ? മണി സാറേ? കേട്ടിട്ടുണ്ടാവും, പക്ഷെ ഓർക്കണില്ലപ്പോ. കെൻ ഇവൻസ് എന്നാണ് ആ കുട്ടിയുടെ പേര്. കെൻ ഇവൻസ് ബിൽഗേറ്റ്സിനെക്കാട്ടി മിടുക്കനായ വിദ്യാർത്ഥി. അപ്പം കെൻ ഇവൻസ് ആണ് ബിൽഗേറ്റ്സിനെക്കാട്ടി മിടുക്കനായ വിദ്യാർത്ഥി. അപ്പൊ ആ സ്കൂളിലെ എല്ലാ കാര്യങ്ങൾക്കും അവിടുത്തെ മാനേജ്മെന്റ് അന്ന് കമ്പ്യൂട്ടർ ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് ഇവരെ രണ്ടുപേരെയാണ് പരിചയപ്പെടുത്തിയത്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. 1968 കാലഘട്ടങ്ങളിലുമാണ്. അന്ന് ലോകത്തിന്റെ പല ഭാഗത്തും കമ്പ്യൂട്ടർ എന്തെന്ന് പോലും അറിഞ്ഞുകൂടാത്ത ആൾക്കാരാണ് കമ്പ്യൂട്ടർ അവർ കാണുന്നത്.
അതാണ്. അപ്പം 30 കോടി വിദ്യാർത്ഥികൾ പഠിക്കുന്നിടത്ത് 1 കോടിയിൽ ഒരാൾക്ക് മാത്രം കിട്ടുന്ന ഭാഗ്യം ബിൽഗേറ്റ്സിനും ഇവർക്കും കിട്ടി, 30 പേർക്ക് കിട്ടി. ആ ഭാഗ്യത്തിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകൾ, നമുക്കുണ്ടാകുന്ന സാമ്പത്തികം, അതെല്ലാം ആ, നമ്മുടെ മക്കൾക്ക് നമുക്കത് അപ്പം ഒരു വിദ്യാർത്ഥി രൂപാന്തരപ്പെട്ട് വരുന്നതിൽ ആ സാമ്പത്തികവും സാമൂഹികമായ ചുറ്റുപാടുകൾ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് ഈ കഥയുടെ ഒരു പ്രധാന കാര്യം. നമ്മൾ പലരും പല രീതിയിൽ കഠിനാധ്വാനം ചെയ്ത് മുകളിലോട്ടെത്തും. പക്ഷെ അതിലൊരു പ്രധാന കാര്യം നമ്മുടെ കുടുംബാന്തരീക്ഷം, നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകൾ, നമുക്ക് സാമൂഹിക ചുറ്റുപാടുകൾ, നമ്മുടെ സാമ്പത്തിക ചുറ്റുപാടുകളൊക്കെ ഒരു പ്രധാന ഘടകം തന്നെയാണ്. അത് കുറയാനാണ് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞത്, അപ്പം കെന്റ് ഇവന്റും ബിൽഗേറ്റ്സും ചേർന്നാണ് അന്ന് പഠിക്കുന്നത്. അവര് പഠിക്കുന്നു, അവര് വലിയ വലിയ സ്വപ്നങ്ങൾ കാണുന്നു. അവര് ഈ രീതിയിൽ പഠിച്ചുകൊണ്ടിരിക്കെ തന്നെ 1968 കാലഘട്ടങ്ങളിലെ കഥയാണ് പറയുന്നത്. അന്ന് വെക്കേഷന് 8ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത്, അന്ന് അമേരിക്കയിൽ എല്ലാവരും നമ്മളിപ്പോ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ വെക്കേഷനൊക്കെ പോകുമല്ലോ. നമ്മൾ പഠിക്കാൻ വേണ്ടിയും അതിനൊക്കെ വെക്കേഷന് പോകും. അപ്പൊ അന്ന് അമേരിക്കയിൽ ഈ വെക്കേഷന് പോയി അവര് അന്നൊക്കെ ഈ മലകയറ്റം അല്ലെ, ടൂറിന് പോകുന്ന സമയത്ത് മല കയറിയ സമയത്ത് ഈ കെന്റ് ഇവൻസ് മരണപ്പെടുകയാണ്. അപ്പം വളരെ വികാരഭരിതമായിട്ടാണ് ഈ ഇന്റർവ്യൂവിലൊക്കെ ബിൽഗേറ്റ്സ് കെന്റ് ഇവൻസിനെ കുറിച്ച് പറയുന്നത്. കാരണം ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഒരാള് രണ്ട് അതിബുദ്ധിയുള്ള വളരെ ഐക്യമുള്ള 2 വിദ്യാർത്ഥികൾ, ബിൽഗേറ്റ്സിനെക്കാട്ടിയും വളരെ ഐക്യമുള്ള കുട്ടിയായിരുന്നു കെന്റ് ഇവൻസ്. അപ്പോൾ ഭാഗ്യം, ഒരു ലോകത്തിൽ 30 കോടി വിദ്യാർത്ഥികൾ അന്ന് പഠിക്കുന്ന സമയത്ത് 1 കോടിയിൽ ഒരാൾക്ക് മാത്രം കിട്ടുന്ന ഒരു ഭാഗ്യം ബിൽഗേറ്റ്സിന് കിട്ടുന്നു. 30 പേർക്കുള്ള കുട്ടിയെ കിട്ടുന്നു. അതിൽ ഒരാൾ ബിൽഗേറ്റ്സ് ആണ്. ബിൽഗേറ്റ്സ് പിന്നെ ഇന്റർവ്യൂവിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആ സ്കൂളിൽ പഠിക്കാതിരുന്നിരുന്നെങ്കിൽ, ഞാൻ അന്ന് കമ്പ്യൂട്ടർ കണ്ടില്ലായിരുന്നുവെങ്കിൽ ഒരിക്കൽ പോലും എനിക്ക് മൈക്രോസോഫ്റ്റ് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ബിൽഗേറ്റ്സ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ ഭാഗ്യത്തില് ഒരാൾ ബിൽഗേറ്റ്സ് ആവുകയും 1 കോടിയിൽ 1% പോലും ആള് ഇങ്ങനെ ഒരു നിർഭാഗ്യം കൊണ്ട് മരിക്കാത്ത ഒരു കാലഘട്ടത്തിൽ കെന്റ് ഇവൻസ് മരണപ്പെടുന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തില് നമ്മൾ എത്ര പ്രയത്നിച്ചാലും നമുക്ക് ഭാഗ്യം ഒരു നിർണായക ഘടകമാണ്. ഇപ്പൊ നമ്മുടെ പ്രകൃതി ഭയങ്കര ശക്തിയുള്ളതാണ്. നമ്മൾ വെറുതെ ഇരുന്ന് ചിന്തിച്ചാൽ നമുക്ക് നമ്മുടെ മൈൻഡ് തന്നെ മാറിപ്പോകുന്ന കാര്യങ്ങളുണ്ട്. ഞാൻ പല ദിവസങ്ങളിലും പല സമയങ്ങളിലും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രകൃതിക്ക് ഭയങ്കര ശക്തിയാണ്. നമുക്കൊരു വിശ്വാസം നല്ലതാണ്. നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടും. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ ക്ലാസ്സുകൾ ഞാൻ പുസ്തകങ്ങൾ വായിക്കുകയേ ഉള്ളൂ. ഞാൻ ക്ലാസ്സുകളൊന്നും വലുതായിട്ട് എടുക്കുന്ന ആളല്ല. ഞാൻ വെറുതെ ഒരു ഉദാഹരണം കൊണ്ട് മാത്രം പറഞ്ഞതേ ഉള്ളൂ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം, നന്ദി. താങ്ക് യു സാർ. അപ്പോൾ ഈ ടോപ്പിക്കിൽ കമന്റ്സ് രേഖപ്പെടുത്തുവാൻ മെമ്പേഴ്സിനെ ക്ഷണിക്കുന്നു. ഗുഡ് മോർണിംഗ് സാർ. ഒരു നല്ലൊരു സെക്ഷനാണ് സാർ എടുത്തത്, ലൈഫ് സക്സസ്. ഞാൻ ഈ ക്ലാസ് എടുക്കുമ്പോൾ സാർ എങ്ങനെ എടുക്കുമെന്നുള്ള ഒരു സംശയം എനിക്കും ഉണ്ടായിരുന്നു. പക്ഷെ വളരെ നല്ല രീതിയിൽ നല്ല ഇന്ററാക്റ്റീവ് ആയിട്ട് തന്നെ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോയി. നല്ലൊരു ഒഴുക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു കഥ പറയുന്നത് പോലെ, അതുപോലെ തന്നെ എന്നാൽ അതിൽ കൂടുതൽ പോയിന്റ്സുകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല നല്ല രീതിയിലാണ് ക്ലാസ് എടുത്തത്. എന്തായിരുന്നാലും സാർ ഇനിയും നമുക്ക് തുടർന്നും 1 മാസത്തെ ഒരു ക്ലാസ് എടുക്കണമെന്നുള്ള റിക്വസ്റ്റ് ഉണ്ട്. സാർ ഭയങ്കര വായനയാണ് എന്നുള്ളത് എനിക്കറിയാം. എന്തായിരുന്നാലും ഞങ്ങൾക്ക് ഇനിയൊരു ക്ലാസ് കിട്ടുകയാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും. നല്ല സെക്ഷനാണ്, നല്ലൊരു ക്ലാസ്സായിരുന്നു, യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ക്ലാസ് ആയിരുന്നു. നല്ലൊരു മോട്ടിവേഷൻ കിട്ടി. നല്ലൊരു നമുക്ക് തന്നെ ഒരു ഭാഗ്യവും, നമ്മൾ എത്രയൊക്കെ ചിലപ്പം കഷ്ടപ്പെട്ടാലും ഇതിന്റെ റിസൾട്ട് കിട്ടാതെ ആകുമ്പോഴൊക്കെ ചിലപ്പം ഒരു വിഷമിച്ചു പോണ ചില സമയങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ഭാഗ്യവും ഒക്കെ ഉള്ള അതിൻ്റെയൊക്കെ ഒരു കാര്യം കൂടിയാണ് എന്നുള്ളത് കുറച്ചുകൂടി ഉറപ്പിക്കാൻ കഴിഞ്ഞു. താങ്ക് യു സാർ, നല്ലൊരു സെക്ഷൻ.
മനസ്സിലാക്കോളൂ. സാർ മാജിക് മോർണിംഗ് നല്ലൊരു സെഷൻ ആയിരുന്നു. നല്ല ഒരു ഇന്ററാക്റ്റീവ് സെക്ഷൻ ആണെന്നുണ്ടായത്. അത് നല്ല വ്യക്തികളെ പറ്റിയിട്ട്, പ്രത്യേകിച്ച് ഈ ബിൽ ഗേറ്റ്സിനെ പറ്റിയിട്ടും ഈ ജോസഫ് മർഫി, അതുപോലെ തന്നെ അന്നത്തെ കാലഘട്ടങ്ങളിൽ ഉണ്ടായ ഏറ്റവും വലിയ കാര്യങ്ങൾ, ഭാഗ്യം അങ്ങനെ ഒരാളെ ജീവിതത്തിൽ സ്വാധീനിക്കുന്നുള്ളതും, അതുപോലെ തന്നെ നിർഭാഗ്യമെന്ന ഒരാളെ കഥയും എല്ലാം കൂടി ചേർത്ത് വളരെ മനോഹരമായിട്ടാണ് ഇന്നത്തെ ഒരു പോസിറ്റീവായ ക്ലാസ്സാണ് ഇന്ന് ഉണ്ടായത്. അപ്പം എന്തായാലും നമ്മൾ ഹാർഡ് വർക്ക് ഒരു മസ്റ്റ് ആണെങ്കിലും എല്ലാ ഹാർഡ് വർക്കും അതിന്റെ കൂടെ പലതും ചേർന്നാൽ മാത്രമേ നമ്മളെ ലക്ഷ്യത്തിലേക്കോ അല്ലെങ്കിൽ സക്സസിലേക്ക് എത്തുള്ളൂ. ഇപ്പൊ പാറ പൊട്ടിക്കുന്ന ആളായാലും ശരി, ദിവസം എല്ലാവരും പാറ പൊട്ടിക്കാൻ തുടങ്ങിയാൽ അയാള് വലിയൊരു കോടീശ്വരനോ ആണെന്നില്ല. അയാള് ഒരു പരിധി വരെ എത്തുള്ളൂ. അപ്പൊ നമ്മളെ മനക്കരുത്തും മനഃശക്തിയും ബുദ്ധിശക്തിയും അതുപോലെ തന്നെ ഭാഗ്യം എല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ നമ്മൾ വിചാരിച്ച രീതിയിലേക്ക് എത്തും. അപ്പൊ നമ്മൾ ഉയരങ്ങളിൽ എത്താൻ വേണ്ടിയിട്ട് ഇന്നത്തെ ക്ലാസ് നല്ല ഉപകരിച്ചു എന്നുള്ളതാണ്. ഇതിൽ പല കണ്ടന്റും സാറ് നല്ല എക്സാമ്പിൾ എല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പൊ ഒരു നല്ല ക്ലാസ് എടുത്തതിന് താങ്ക് യു വെരി മച്ച് സാർ. നന്നായിരുന്നു. താങ്ക് യു. മാജിക് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാറേ. നല്ലൊരു ക്ലാസ് ആയിരുന്നു കേട്ടോ സാർ. കാരണം മോട്ടിവേഷന്റെ സാർ പറഞ്ഞ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു മോട്ടിവേഷൻ ക്ലാസ് ആയിരുന്നു പറഞ്ഞു. പക്ഷെ നല്ല സ്റ്റാർട്ടിങ്ങിൽ തന്നെ നല്ലൊരു ക്ലാസ് ആയിരുന്നു എടുത്തിരുന്നത്. മറ്റേ ബിൽഗേറ്റ്സിനെ പറ്റിയിട്ടും അതിൻ്റെ കൂടെ ഉള്ള വിദ്യാർത്ഥിയെ പറ്റി പരിചയപ്പെടുത്തി നല്ലൊരു ക്ലാസ്. കാരണം അറിയാത്ത ഒരുപാട് കാര്യങ്ങളൊക്കെ സാർ പറയാൻ പറ്റി, അറിയാൻ എനിക്ക് പറ്റിയിരുന്നു. അത് സബ് കോൺഷ്യസ് മൈൻഡിനെ പറ്റിയുള്ള ക്ലാസ്സും സാർ നന്നായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. തുടർന്നും ഇതുപോലെ ക്ലാസ് ഞങ്ങൾക്ക് കിട്ടണമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. വെൽക്കം. ഇത് കഴിഞ്ഞാൽ വേണ്ടി ചെയ്തോ. സാജിദ മാം, ഷീല മാം, ഷീജ മാം പറയുന്നുണ്ടോ? ഷൈന മാം. പ്രവീൺ കുമാർ സർ, നല്ല ക്ലാസ് ആയിരുന്നു. ഭാഗ്യം കൂടി നമുക്ക് ഒത്തുചേർന്ന് നമ്മുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് നന്നായിട്ട് കിടന്നുറങ്ങാനും പഴയ ട്രോമകളൊന്നും നമ്മളെ ഹോണ്ട് ചെയ്യാണ്ട് സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റുന്ന രീതിയിൽ ജീവിത വിജയം നമുക്ക് കൈവരിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു. ഹലോ, ഇനി ഏതെങ്കിലും മെമ്പേഴ്സ് പറയാനുണ്ടോ? നല്ലൊരു ക്ലാസ് ആയിരുന്നു സാർ, പ്രവീൺ സാർ. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. മാജിക് മോർണിംഗ്. നല്ല ക്ലാസ് ആയിരുന്നു സാർ. താങ്ക് യു. താങ്ക് യു സാർ. ഏകദേശം എല്ലാരും പറഞ്ഞു വിചാരിക്കുന്നു.